കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ പദം കയത്തൊഴുക്കിൽപ്പെട്ട് കാണാതായ 16-കാരന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. മലപ്പുറം മഞ്ചേരി സ്വദേശി അലൻ അഷ്റഫിനെ 2 ദിവസമായി നടത്തുന്ന തെരച്ചിലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് 16-കാരന് വേണ്ടി ഉണ്ടായിരുന്നത്. ഇപ്പോഴും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇന്നലെ കാലാവസ്ഥ അനുകൂലമായിരുന്നു, ഇന്ന് മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. എങ്ങനെയാണ് തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുക? ഗുഡ് മോർണിംഗ് വൃന്ദ. ഇന്നും അലൻ അഷ്റഫിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരും. രാവിലെ 8 മണി കഴിഞ്ഞ് തെരച്ചിൽ തുടരും എന്നുള്ളതാണ് മുക്കത്തുനിന്നുള്ള അഗ്നിരക്ഷാസേന അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ആ രീതിയിലാണ് ഈ കഴിഞ്ഞ 2 ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഈ അലൻ അഷ്റഫിനെ കാണാതാവുന്നത്. 6-അംഗ സംഘത്തോടൊപ്പം, മലപ്പുറത്ത് നിന്ന് എത്തിയ 6-അംഗ സംഘത്തോടൊപ്പം പതങ്കയത്ത് വെള്ളച്ചാട്ടത്തിന് സമീപത്ത് ഇരുവഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. ആ സമയത്താണ് ഈ യുവാവ് ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം, ക്ഷമിക്കണം, ഈ 16-കാരൻ ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീട് കഴിഞ്ഞ 2 ദിവസമായി ഊർജിതമായ തെരച്ചിൽ നടത്തി. അഗ്നിരക്ഷാസേന മാത്രമല്ല, സ്കൂബ ഡൈവിംഗ് വിദഗ്ധർ അടക്കമുള്ള ആളുകളെത്തി. ഇന്നലെയെല്ലാം തന്നെ ഈ അടിപ്പാറ ഭാഗത്തുൾപ്പെടെ വലിയ രീതിയിലുള്ള തെരച്ചിലായിരുന്നു നടത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മഴ, കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ മാത്രമാണ് തെരച്ചിൽ ഇന്നലെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇന്നിപ്പോൾ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഈ മലയോരത്തെല്ലാം തന്നെ നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഒരുപക്ഷെ തുടങ്ങാൻ വൈകുമോ എന്നുള്ളത് ഒരു പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മഴ കനക്കുകയാണെങ്കിൽ ഇന്ന് തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അലനെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു 16 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ്. മാത്രമല്ല, ഈ മഴയിൽ ഇവിടെ ഈ ഇരുവഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. അത് കാരണം വലിയ കുത്തൊഴുക്കാണ് ഈ പതങ്കയം ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് വലിയൊരു പ്രതികൂലമായ സാഹചര്യമാണ്. മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ M. അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിലാണ് കോടഞ്ചേരി പോലീസും ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളും കൂടാതെ സിവിൽ ഡിഫൻസും മിത്ര വളണ്ടിയർമാരും സ്കൂബ ടീമും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കോഴിക്കോടും എല്ലാം ചേർന്ന് വിവിധ സംഘങ്ങളായി കൊണ്ട് തന്നെയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്നെങ്കിലും അലൻ അഷ്റഫിനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രത്യാശിക്കാൻ കഴിയുക.